പള്ളി പൊളിച്ചുണ്ടാക്കിയതായ രാമക്ഷേത്രം. ഇത് ഈ രാഷ്ട്രീയ പാർട്ടികൾ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, രാഷ്ട്രീയം മതത്തിൽ ഇടപെടരുത്. ഇപ്പോൾ ഇവിടെ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്നതിന് പകരം മതപരമായ ചിഹ്നങ്ങളെ കീറി മുറിച്ച് കഷ്ണങ്ങളാക്കി അതിനെ ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിലെ ഓരോ കഷ്ണമെടുത്ത് ഉയർത്തിക്കാട്ടി അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് തങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന BJP, ഭാരതീയ ജനതാ പാർട്ടി, ആ പാർട്ടി അവർക്ക് ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ ചെയ്തതായ വികസനപരമോ അല്ലെങ്കിൽ ഈ ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് 107ാമത്തെയോ 111ാമത്തെയോ സ്ഥാനത്താണ്. അതായത് ദരിദ്രരായ ഏറ്റവും അധികം ആളുകൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാഷ്ട്രം. അതുപോലെ തന്നെ രോഗങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും അധികം പ്രമേഹ രോഗികളുള്ള രാജ്യമാണ്, ഏറ്റവും അധികം കുഷ്ഠരോഗികളുള്ള രാജ്യമാണ്. ഇങ്ങനത്തെ പലജാതി കാര്യങ്ങളിലും മോശപ്പെട്ട കാര്യങ്ങളിലൊക്കെ 1ാം സ്ഥാനത്തുള്ളൊരു രാജ്യമാണ്. അതിന് ആയുധങ്ങൾ കുറേ വാങ്ങിക്കൂട്ടിയിട്ട് നമ്മൾ ലോകത്തെ 3ാമത്തെ ശക്തിയാണ്, നമ്മൾ 4ാമത്തെ ശക്തിയാണ് എന്നൊക്കെ പറയുന്ന വിവരക്കേടുണ്ട്. അത് ഞാൻ ഒരിക്കലും ചാനൽ ഞാൻ പറഞ്ഞതാണ്. ഖജനാവിലേക്ക് വരുന്നതായ പണമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ പോലത്തെ രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തി കുറേ ആയുധ ശേഖരം ഉണ്ടാക്കി വെക്കുക പരിസരത്ത്. എന്നാൽ പോലും ചൈനയെ നേരിടാനുള്ളതായ ശക്തി പാകിസ്ഥാനെ നേരിടാനൊക്കെ ഒരു ചെറിയ രാഷ്ട്രമാണ്. ചൈനയെ നേരിടാൻ കഴിയും എന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. അപ്പോൾ അതല്ലല്ലോ ഒരു രാജ്യം. ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷിതത്വവും അവരുടെ സുഭിക്ഷതയും അതുപോലത്തെ കാര്യങ്ങളുമാണ്. അവർക്ക് നന്ന ചുരുങ്ങിയത് ഉണ്ണാനും ഉടുക്കാനും സുഖകരമായി ജീവിക്കാനും അവർക്ക് അവരുടെ കുടുംബങ്ങൾക്കും അതിനുള്ള സംവിധാനമുണ്ട്. അതാണ് ക്ഷേമരാഷ്ട്രം. അതായത് മനുഷ്യൻ്റെ അത്യാവശ്യങ്ങൾ എന്തൊക്കെയാണോ അവ നിർവഹിച്ചു കൊടുക്കാൻ രാഷ്ട്രത്തിന് കഴിയണം. അവരുടെ ഇടയിലുള്ള രോഗികൾക്ക് ചികിത്സിക്കാനുള്ളതായ ഫണ്ട്, വികലാംഗർക്കും അതുപോലുള്ളവർക്കും ക്ഷേമനിധി, വൃദ്ധന്മാർക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങൾ, വിധവകളായ സ്ത്രീകൾക്ക് സംരക്ഷണം, ഇതുപോലത്തെ സമൂഹത്തിലെ അവശ്യ വിഭാഗങ്ങളുടെ സുരക്ഷിതത്വവും സംരക്ഷണവും ഇക്കാര്യത്തിലൊക്കെ വട്ടപൂജ്യത്തിലുള്ളത് ഇന്ത്യ രാജ്യം. അങ്ങനത്തെ രാജ്യം ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് എന്തുമാത്രം ഇനിയും മുമ്പോട്ട് പോകേണ്ടതെന്ന് നമ്മൾ ആലോചിക്കുക. അത് ആലോചിക്കുന്നതിന് പകരം ഇത്തരം നിസ്സാരമായ കാര്യങ്ങളിൽ കെട്ടിപ്പിണഞ്ഞുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കി മുമ്പോട്ട് പോകുക എന്ന ആ സംഗതിയോട് എനിക്ക് ഒട്ടും തന്നെ അഭിപ്രായമില്ല. അല്ല, ഒരു സംഗതി കോൺഗ്രസ് സർക്കാർ, അതായത് രാഹുൽ ഗാന്ധിയുടെയും പിതാവ് രാജീവ് ഗാന്ധി, അവരാണല്ലോ ഇത് അവിടെ കൊണ്ടുപോയിട്ടത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് പണ്ഡിറ്റ് പാന്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് അവിടെ വിഗ്രഹം കൊണ്ടിട്ടു. അപ്പോൾ നെഹ്റു എന്താ പറഞ്ഞത്? അതെടുത്ത് അവിടെ നിന്ന് ദൂരെ പറ. അതാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പോൾ വിഗ്രഹം സ്വയംഭൂവാവുക എന്ന പൊട്ടത്തരം ഏത് മതത്തിൻ്റെതായാലും ശരി, മുസ്ലിങ്ങളുടേതായാലും ഞാൻ പറയും, വിഗ്രഹങ്ങൾ അതുപോലത്തെ കല്ലുകളും ഇതൊന്നും സ്വയംഭൂവാവില്ല. എങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇടയിലൊക്കെ ഒന്ന് കല്ലൊക്കെ നമുക്ക് കാണുന്നുണ്ട്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ആവില്ല, അതിന് ഉദാഹരണമില്ല. അപ്പോൾ അതിന് ഒരു വിശുദ്ധി ലഭിക്കാൻ വേണ്ടി അത് സ്വയംഭൂവാണ് എന്നൊക്കെയുള്ള വിവരക്കേട് പറയാം. എന്നിട്ട് അതിനില്ലാത്ത ഒരു തരം സങ്കല്പങ്ങളും അതും ഇതും വിളിച്ച് പറയാം. ഇത് അന്ന് അവിടെ കൊണ്ടുപോയിട്ടാൽ തന്നെ അദ്ദേഹം നെഹ്റു പറഞ്ഞതായത് അനുസരിച്ചില്ല. പിന്നീട് അവിടെ ശിലാന്യാസത്തിന് കോൺഗ്രസ് അനുവാദം കൊടുത്തു. അതൊരു വലിയ ആഘോഷമായി ഇന്ത്യ രാജ്യത്തിൻ്റെ മുഴുവൻ സുഷിരങ്ങളിലും വർഗീയ വിഷം കോരിയൊഴിച്ച് അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി. ഇന്ത്യ മുഴുവനും അതിൻ്റേതായ അത് പറഞ്ഞുകൊണ്ട് അതിലെ ഓരോ പ്രസംഗം ഓരോ വാചകം തുടർന്നാണല്ലോ കോയമ്പത്തൂരൊക്കെ വെടിവെപ്പും ആ പാവപ്പെട്ട മദ്രസ പെൺകുട്ടി സ്കൂളിൽ നിന്ന് അതിൻ്റെ പേര് എന്നോട് മറന്നു, വെടിയേറ്റ് മരിച്ചതൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നത്തെ 5 കൊല്ലമാകുമ്പോഴേക്ക് അവിടെ ഇത് നടത്തി ശിലാന്യാസം നടന്നു. പിന്നെ ഇപ്പോൾ അവിടെ പ്രതിഷ്ഠ, ഇനി ആ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അടുത്ത 5 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്ക് അവിടെ പ്രതിഷ്ഠ പൂജ, പിന്നീട് പിന്നത്തെ 5 കൊല്ലത്തിനാകുമ്പോൾ ആ പൂജയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു 5 കൊല്ലത്തെ വാർഷികം എന്തൊക്കെ കണ്ടുപിടിക്കാം. ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ നികുതി മുഴുവനും ഭംഗിയായി പിരിച്ചെടുത്ത് ഈ അനേകായിരം കോടികൾ കൊണ്ട് ഇவ்விധം എന്താ പറയുക ആർമാദിക്കുന്ന ഭരണകർത്താക്കൾ അവർ ഈ വക കാര്യങ്ങളുമായി പറഞ്ഞു വരുമ്പോൾ അവരെ ചൂലെടുത്ത് അടിച്ച് ഓടിക്കുക വേണ്ടത്. അതാണ് വേണ്ടത്.
ഇപ്പോൾ ഈ ഒരു പ്രത്യേക സന്ദർഭം 2024 തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. ഈ സന്ദർഭത്തിൽ തന്നെ ശ്രീരാമനോ അല്ലെങ്കിൽ സീതക്കോ അവരുമായി ബന്ധപ്പെട്ടവർക്കോ പ്രത്യേകിച്ച് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ച് വല്ല അശരീരി ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ? ആ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ആ പള്ളിക്കോ എന്തെങ്കിലും പുണ്യം ഈ സമയത്തുണ്ടോ? അപ്പോൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് ജനങ്ങളെ മനസ്സ് മുഴുവനും വൈകാരികമായിട്ട് ഇളക്കി വിട്ട് അങ്ങനെ ഒരു ജാതി സ്പർദ്ധ ഉണ്ടാക്കി പരസ്പരം വാശിയാക്കി ആ മതപരമായ ഒന്നിൽ കൈയിട്ട് വാരി അത് ആ ഇതിനകത്ത് അത് നക്കിയിട്ട് അധികാരത്തിലേക്ക് വീണ്ടും കയറുക. എന്നിട്ട് പരമാവധി ചൂഷണവും കൊള്ളയടിയും പൊതുമുതലിൻ്റെ ധൂർത്തും എല്ലാവിധ തെമ്മാടിത്തങ്ങളും അങ്ങനെയൊക്കെയുള്ള വാക്കിനെ ഉപയോഗിക്കാൻ കഴിയും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വേണ്ടത് മാധ്യമങ്ങളും ചാനലുകളും മറ്റുള്ളവർക്ക് ഈ വിഷയം പൂർണ്ണമായി അവഗണിക്കുക, കേട്ടില്ല നിൽക്കുക. അപ്പോൾ ഇത്തവണ എന്നോട് പലരും ബാബരി മസ്ജിദ് വിഷയം പറയും, ഞാൻ സംസാരിക്കാൻ തയ്യാറുള്ളതാണ്. കാരണം അത് മനസ്സിൽ നിന്ന് പോക്കണം. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, ആ പള്ളി പൊളിച്ച് അവിടെ ശ്രീരാമൻ അവിടെ ജനിച്ചതെന്നുള്ളതിന് ശാസ്ത്രീയമായൊരു തെളിവില്ല. വാൽമീകിയുടെ ഒരു കഥാപാത്രം മാത്രമാണല്ലോ ഈ ശ്രീരാമൻ എന്നുള്ളത് അവരെന്നെ പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ ഏറ്റവും വിവരമുള്ള ഒരാളാണ് സുകുമാർ ഹൈക്കോട്. അത് മരിച്ചുപോയി. അദ്ദേഹത്തോട് ഞാൻ മണിക്കൂറുകളോളം ഒരു കാറിലിരുന്ന് ഒരു പ്രസംഗത്തിൽ പോകുമ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ വാൽമീകിയുടെ കഥാപാത്രമല്ല, അതിനെന്ത് പ്രത്യേകത ഉള്ളത്? ഒരു പ്രത്യേകത അവരൊന്നും എന്നെ കാണുന്നില്ല. അങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ ചുറ്റും അദ്ദേഹം അവിടെ ജനിച്ചു, അദ്ദേഹത്തിൻ്റെ കസോരിഗർ, അദ്ദേഹത്തിൻ്റെ മാതാവ് പിന്നെ എന്താ തേങ്ങ പൊളിച്ചതും ചുരണ്ടിയതും അവിടെ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കി ഭക്തജനങ്ങളെ അങ്ങനെ വടക്കേന്ത്യയിലെ ജനങ്ങൾക്ക് ശ്രീരാമനുള്ള ആ ഭക്തിയെല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് ഇടയ്ക്ക് വിട്ടൊരു വിഷയമാണ്. അത് കഴിഞ്ഞു. അതിലൂടെ ഇവിടെ BJP അധികാരത്തിൽ വന്നു. ഇനിയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിഡ്ഢികളാക്കണമല്ലോ ഇവർ ചെയ്യുന്നത്, ഈ ഭരണകൂടം. അപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർ അത്തരം ചർച്ചയിൽ പങ്കെടുക്കണ്ട, അതിനെപ്പറ്റി ഒന്നും പറയാൻ പോകണ്ട, അവരത് പറയട്ടെ. അതെനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. അല്ല, ആ സമുദായം ഒരു നിലക്കുമുള്ള നീതി അറിയിക്കുന്നില്ല എന്ന ഇവരുടെ ഈ ധാർഷ്ട്യത്തിൽ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. മറ്റൊരു സമുദായത്തിൻ്റെ സിഖുകാരുടെ ഒരു പള്ളിയിൽ നിന്ന് അവരൊന്ന് വിളിക്കട്ടെ, ഒരു ഗുരുദ്വാര ഒന്ന് വിളിക്കട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമുദായത്തിൻ്റെ വിവരം അറിയും. ഈ പാവപ്പെട്ട സമുദായം ഈ വിഭജനത്തോടു കൂടി കഴിവും കൊള്ളാവുന്നവരുമായ ആൾക്കാർ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോയി. ഇവിടെ പിന്നുള്ള വളരെ മോശപ്പെട്ട പറയത്തക്ക ഒരു നേതൃത്വമോ ആർജമുള്ള ഒരു വിഭാഗമോ ഉണ്ടായില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല. ഉള്ള രാഷ്ട്രീയ പാർട്ടി എന്നപ്പം പറയുമ്പോൾ കേരളത്തിലൊരു മുസ്ലിം ലീഗ് ഉണ്ട്. അവർ പിന്നെ ഗവൺമെൻറ് കോൺഗ്രസ്സിലൊരു പള്ളി പൊളിച്ചവരോട് ചേർന്നിരുന്ന് അങ്ങനെ അവർ പ്രവർത്തിക്കുന്നത്. ശക്തമായ ഭാഷയിൽ അതിനൊന്ന് അപലപിക്കാൻ പോലും തയ്യാറായില്ല. അന്ന് ഞാൻ മാധ്യമപത്രത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്ററാണ്. അന്ന് ഞാനിട്ടത് ശീർഷകം പിന്നെ ശിലാന്യാസം നടന്നത് പിന്നെ ബാബരി മസ്ജിദ് പള്ളി പഞ്ചാബ് വഖഫ് അവരുടെ സ്ഥലത്ത് തന്നെയാണ്. അതങ്ങനെ ഞാൻ അവരുടെ പത്രാഫീസിലേക്കൊക്കെ വിളിച്ച് അവരാരും ഹെഡിങ് ഇടാൻ തന്നെ തയ്യാറായില്ല. ചന്ദ്രികാന്നിട്ട ശീർഷകൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ ബാബരി മസ്ജിദ് ആ ശിലാന്യാസം നടന്നത് വഖഫ് ഭാഗ പുസ്തകത്തിൻ്റെ പുറത്ത് നിന്ന് ഹെഡിങ് ഇട്ടത്. പറയാനുള്ള ധൈര്യമല്ല. പറഞ്ഞാലുണ്ടാകുന്ന പൊതുസമൂഹം തെറ്റിദ്ധരിക്കൂലേ, നമ്മൾ മതേതരവാദികളല്ലാതായി പോലെയാണ്. വസ്തുതകൾ തുറന്ന് പറയാനുള്ള ആർജവം അതാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ പറയുന്നുണ്ട് ആന മേലിഞ്ഞാൽ വായച്ചപ്പോണ്ട് കിട്ടൂല, ആന മേലിഞ്ഞാൽ ആ ആർജവം അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒന്നാണ്. എന്തൊക്കെ തന്നെ ആയാലും അതിനൊരു ഉദാഹരണം പറയാം. ഈ ഫലസ്തീനിലെ യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ നിരവധി കുട്ടികൾ 20,000-ൽ പരം 23,000 മറ്റാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഒടുവിൽ തക്കം. ചെറിയ പയ്യനെ കയ്യിലെടുത്തുകൊണ്ട് ആ പലസ്തീനി പറയണം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തിലേക്ക്, ഈ കുട്ടി സ്വർഗത്തിലേക്കാണ്, അതിൽ വീര രക്തസാക്ഷിയായിരിക്കുന്നു, എനിക്ക് സ്വർഗത്തിലേക്ക് വേണ്ടി ആ കുട്ടി ഒരു മുന്നൊരുക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞത് കേട്ടിട്ട് യൂറോപ്യൻ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നപ്പോൾ അവിടെയുള്ള സ്ത്രീകൾക്ക് അത്ഭുതം. കുട്ടിയുടെ ഈ മൃതദേഹം കയ്യിൽ പിടിച്ച് ദൈവത്തിന് സ്തുതി എന്ന് പറയുകയും ഇതെന്തൊരു മതമാണ്. അങ്ങനെ അവർ മതത്തെപ്പറ്റി ചിന്തിക്കാനും പഠിക്കാനും തുടങ്ങിയിട്ട് ഒരുപാട് ആൾ ഇസ്ലാമിലേക്ക് വന്നു. കാരണം ഒരു മുസ്ലിം ഇവിടുത്തെ ജീവിതം ശാശ്വതമായി കാണുന്നില്ലെന്ന് മാത്രമല്ല, പുല്ലുവില ഐഹിക ജീവിതം എന്ത് സംഭവിച്ചാലും പരലോകമാണ് യഥാർത്ഥമായ ശാശ്വതമായ ജീവിതം. അതിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് രക്തസാക്ഷിയാകുക എന്നത്, കുട്ടികൾ രക്തസാക്ഷിയാകുക, അൽഹംദുലില്ലാ ദൈവത്തിന് സ്തുതി എന്ന് പറയാൻ തോന്നും. അത്തരത്തിലുള്ള ആർജവമാണ് ഇസ്ലാം വിശ്വാസികൾ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ഇതൊരു പ്രശ്നമേ ആവില്ല, ഒരു നിലക്കും അവർ വഴങ്ങൂല. അതാണ് ഇപ്പോൾ ഈ ഹമാസൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഒറ്റ കാരണത്താലാണ്.